കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഓരോ 5 വർഷം കൂടുമ്പോഴുമുള്ള ഭരണമാറ്റം. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആ പതിവ് തിരുത്തി കുറിച്ചുകൊണ്ട് LDF വീണ്ടും അധികാരത്തിൽ വന്നു. ഇപ്പോൾ മൂന്നാം ഊഴത്തിനായി ഇടതുപക്ഷവും എന്തു വില കൊടുത്തും അധികാരം പിടിച്ചെടുക്കാൻ വലതുപക്ഷവും കച്ചമുറുക്കുമ്പോൾ കേരളം ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായി മാറുകയാണ്. ലഭ്യമായ സൂചനകൾ പ്രകാരം മാർച്ച് 12-ന് ശേഷം ഏത് നിമിഷവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചേക്കും. മാർച്ച് 5-ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലെത്തിയ ഒരുക്കങ്ങൾ വിലയിരുത്തും. ഇതിന് പിന്നാലെ മാർച്ച് 6-നും 11-നും ഇടയിലുള്ള ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും പ്രചാരണത്തിനുമായി എത്തുന്നുണ്ട്. ഏപ്രിൽ ആദ്യവാരമോ അതല്ലെങ്കിൽ വിഷുവിന് ശേഷമോ വോട്ടെടുപ്പ് നടക്കാനാണ് സാധ്യത. വേനൽ ചൂടിനൊപ്പം രാഷ്ട്രീയ ചൂടും ഉച്ചസ്ഥായിൽ എത്തുന്ന ഒരു ഏപ്രിൽ മാസമാകും കേരളത്തെ കാത്തിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം മറികടക്കാനും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി നീങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ വലിയ പരീക്ഷണങ്ങൾക്ക് CPM തയ്യാറല്ല എന്നാണ് സൂചനകൾ. സാധാരണഗതിയിൽ 2 തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് മാറി നിൽക്കുന്ന പതിവുണ്ടെങ്കിലും ഇത്തവണ വിജയസാധ്യത കണക്കിലെടുത്ത് പ്രമുഖരായ സിറ്റിംഗ് MLA-മാർക്ക് 3-ാം തവണയും അവസരം നൽകാൻ സംസ്ഥാന നേതൃത്വം ധാരണയിലെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാകും ഇത്തവണയും LDF-ന്റെ മുഖം. അദ്ദേഹത്തോടൊപ്പം PB അംഗങ്ങളായ മറ്റാരൊക്കെ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഡൽഹിയിൽ നടക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനിക്കും. കേരള കോൺഗ്രസ് M, CPI തുടങ്ങിയ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. CPI വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതും ഇടതു മുന്നണിയിൽ നിർണായകമാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പോരാട്ടവുമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതിയുഗ യാത്ര പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ 40 പേരുടെ പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് ഞെട്ടിച്ചിരിക്കുകയാണ്. K മുരളീധരൻ, VT ബൽറാം തുടങ്ങിയ ജനകീയ മുഖങ്ങൾ പട്ടികയിൽ ഉണ്ടെന്നത് മത്സരത്തിന് വീറും വാശിയും കൂട്ടും. ഫെബ്രുവരി അവസാന വാരത്തിലും മാർച്ച് ആദ്യവാരത്തിലും രാഹുൽ ഗാന്ധി കേരളത്തിൽ നടത്തുന്ന സന്ദർശനം വോട്ടർമാരെ സ്വാധീനിക്കാൻ സഹായിക്കുമെന്ന് UDF-ഉം കണക്കുകൂട്ടുന്നു. വയനാട്ടിലെ ഭവന പദ്ധതികളും കണ്ണൂരിലെ കർഷകരുമായുള്ള കൂടിക്കാഴ്ചയും ഇതിന്റെ ഭാഗമാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് ഗ്രൂപ്പ് വഴക്കുകൾ ഒഴിവാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിന് എല്ലാവരും വഴങ്ങുമെന്ന ധാരണയിലാണ് UDF മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതിലുപരി ഭരണനിർണായക ശക്തിയാകാനാണ് BJP ശ്രമിക്കുന്നത്. ഇത്തവണ NDA മുന്നണിയിൽ ചില പുതിയ മാറ്റങ്ങളുമുണ്ട്. കഴിഞ്ഞ തവണ 113 സീറ്റുകളിൽ മത്സരിച്ച BJP ഇത്തവണ 90 സീറ്റുകളിൽ മാത്രം ഒതുങ്ങാൻ തീരുമാനിച്ചതും ശ്രദ്ധേയമാണ്. ബാക്കിയുള്ള സീറ്റുകൾ ഘടകകക്ഷികൾക്കായി വിട്ടു നൽകും. കിഴക്കമ്പലത്തെ 2020 പാർട്ടി ഇത്തവണ NDAയുടെ ഭാഗമായി മത്സരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. അവർക്ക് 10 മുതൽ 12 സീറ്റുകൾ വരെ നൽകാൻ ധാരണയായിട്ടുണ്ട്. BDJS 35 സീറ്റുകളിൽ മത്സരിക്കാനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇവയായിരിക്കും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകളുടെ വിതരണവും വലിയ രാഷ്ട്രീയ ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നു. കേരളയിൽ ഉൾപ്പെടെയുള്ള വികസന സ്വപ്നങ്ങളും സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ഇടതുപക്ഷം ചർച്ചയാക്കും. മോഹൻലാൽ പിണറായി അഭിമുഖം പോലുള്ള സംഭവങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ വോട്ടർമാരുടെ മനസ്സ് എങ്ങോട്ട് തിരിയുമെന്ന് കണ്ടറിയണം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പിനാണ് കളമൊരുങ്ങുന്നത്. ഓരോ മുന്നണിയും കൃത്യമായി പഠിച്ചാണ് മൈതാനത്തിറങ്ങുന്നത്. മാർച്ച് ആദ്യവാരത്തോടെ സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്തു വരുന്നതോടെ പോരാട്ടം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങും. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണോ അതോ രാഷ്ട്രീയ വിവാദങ്ങളാണോ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേവലം തെരുവുകളിലെ മുദ്രാവാക്യങ്ങൾക്കപ്പുറം വലിയൊരു ഡിജിറ്റൽ യുദ്ധത്തിനാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും വോട്ടർമാരിലേക്ക് എത്താൻ അത്യാധുനികമായി ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. പ്രധാന ഡിജിറ്റൽ പ്രചാരണ രീതികൾ ഇവയാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ AI വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ ശബ്ദവും രൂപവും ഉപയോഗിച്ചുള്ള വീഡിയോകൾ, AI ചാറ്റ് ബോട്ടുകൾ എന്നിവ വഴി ഓരോ വോട്ടർമാരുമായി വ്യക്തിപരമായി സംവാദിക്കാൻ പാർട്ടി ശ്രമിക്കുന്നു. എന്നാൽ വ്യാജ ദൃശ്യങ്ങൾ തടയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഓരോ ജില്ലയിലും പാർട്ടികൾക്ക് പ്രത്യേക ഡിജിറ്റൽ വാർ റൂമുകളുണ്ട്. ട്രോളുകൾ, റീൽസുകൾ, ഇൻഫോഗ്രാഫിക്സ് എന്നിവ വഴി എതിരാളികളെ പ്രതിരോധിക്കാനും സ്വന്തം നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. മൈക്രോ ടാർഗറ്റിംഗിനായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെയാണ് പാർട്ടി പ്രധാനമായും ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേട്ടങ്ങൾ വിവരിച്ച സർക്കാർ ജീവനക്കാർക്ക് അയച്ച സന്ദേശങ്ങൾ വിവാദമായതും ഇതിന്റെ ഭാഗമാണ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വിശകലനം ചെയ്ത് അതനുസരിച്ച് പ്രചരണ തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ പ്രൊഫഷണൽ ഏജൻസികളെയും കൺസൾട്ടന്റുമാരെയും പാർട്ടികൾ നിയമിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ചുവരിലെ പോസ്റ്ററുകളെക്കാൾ വേഗത്തിൽ ഓരോ വോട്ടറുടെയും സ്മാർട്ട് ഫോണിലേക്ക് പാർട്ടികൾ നേരിട്ട് എത്തിച്ചേരുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ കാണുന്നത്.